ഹലോ ഗായ്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എല്ലിൻ്റെ കഷ്ണത്തിൽ തീർത്തൊരു ലോക്കറ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ നമുക്ക് ആദ്യം വേണ്ട ഇതുപോലത്തെ വണ്ണുള്ള ഒരു എല്ലിൻ്റെ കഷ്ണമാണ്. നമുക്കിത് കളഞ്ഞ് കിട്ടിയതാണ് കേട്ടോ. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഒരു പെന്ന് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കാം. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്ക് കുഞ്ഞൻ ആക്സോപ്ലൈറിൻ്റെ ഫ്രെയിം സെറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചെരിവുള്ള ഭാഗം പതിയെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ വീഡിയോ കുറച്ച് സ്പീഡാക്കിയത് കാരണമാണ് അങ്ങനെ കാണുന്നത്. അതിനുശേഷം ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഒരു പ്ലെയറിൽ ടൈറ്റാക്കി പിടിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉളി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ സൈഡ് ഭാഗം, അതായത് കൊമ്പിൻ്റെ ആ വളവ് വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ വരച്ചെടുത്തിട്ടുള്ളത് ഒരു കാളക്കൊമ്പിൻ്റെ ഒരു ആകൃതിയിലാണ് കേട്ടോ ഗൈസ്. ഉണ്ടാക്കി വരുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഗൈസ്. ഇനി നമുക്ക് അതിൻ്റെ ഉൾഭാഗം ചെറിയ ഇത് വെച്ചിട്ട് എടുത്ത്, അയ്യോ പൊട്ടിപ്പോയി ഗൈസ്, കുഴപ്പമില്ല, നമുക്ക് ഒട്ടിച്ചെടുക്കാം, മുഷ്കിലൊന്നുമില്ല. നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് തന്നെ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വുഡ് ഫില്ല് വെച്ചിട്ട് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതിൻ്റെ ഭാഗം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതിനുശേഷം നമുക്കൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് അതൊന്ന് മിനുസപ്പെടുത്തിയെടുക്കാം കേട്ടോ ഗൈസ്. അതിൻ്റെ രണ്ട് ഭാഗം നല്ല സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല. അതുകൊണ്ട് നമ്മൾ സാൻഡർ ഓണാക്കി പിടിച്ചിട്ട് നമുക്കൊന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. ശ്രദ്ധിച്ച് ചെയ്യണം, കുട്ടികളാരും അനുകരിക്കരുത്, കാരണം അത്രയും ഡേഞ്ചറായിട്ടുള്ളതാണ്. നമ്മൾക്ക് ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ആ ഒരു വളവ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ആ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെ സെറ്റാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നമുക്കതിൻ്റെ ഉൾഭാഗം ഒരു കാരണവശാലും സാൻഡർ വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു നൈഫ് വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം സെറ്റാക്കി എടുക്കാം കേട്ടോ ഗൈസ്. സെറ്റാക്കി എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക, കാരണം നൈഫ് ഒന്ന് കയ്യിൽ കൊണ്ടാൽ ബ്ലഡ് വരും, മുറിയാവും. കാരണം അത്രയും ഷാർപ്പായിട്ടുള്ള നൈഫ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉൾഭാഗം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. ഇനി ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നമുക്കതിൻ്റെ അഗ്രഭാഗം, അതായത് തലപ്പ് ഭാഗം, ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് കൂർപ്പിച്ചെടുക്കാം കേട്ടോ ഗൈസ്. വീണ്ടും നമ്മൾ നൈഫ് വെച്ചിട്ട് തന്നെ അതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പിടിച്ചിട്ട് നമ്മളതിൻ്റെ ഉൾഭാഗം ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അടുത്തായിട്ട് നമ്മൾ ഉരുണ്ട അരെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നൈഫ് ഉപയോഗിക്കുന്നുണ്ട്. അര ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. വീണ്ടും നമ്മൾ ഉരുണ്ട അരെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഉരുണ്ടാരം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളൊന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. വീണ്ടും നമുക്ക് നൈഫ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് വർക്കുണ്ട്, കാരണം അത് അത്രയും ക്ലിയർ ആയിട്ട് വേണം നമുക്കത് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട്, നൈസ് സാൻഡ് പേപ്പർ വെച്ചിട്ട് 120യുടെ സാൻഡ് പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്കതിൻ്റെ ആ ഒരു ഷാർപ്പായിട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു വളവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് 120യുടെ സാൻഡ് പേപ്പർ റോൾ ചെയ്ത് പിടിച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ അതിൻ്റെ ഉള്ളൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ച മാതിരി സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വെള്ളിയിൽ കെട്ടിച്ചെടുക്കണം. നമ്മളൊരു കറുത്ത മുത്തുകളുള്ള മാലയിലാണ്, അതും വെള്ളി തന്നെയാണ് കെട്ടിച്ചിട്ടുള്ളത്. അതിലാണ് നമ്മൾ ഈ ഒരു ലോക്കറ്റ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. ഇതാ കണ്ടോ, നമ്മളങ്ങനെ കൊമ്പ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്, നമ്മൾ മാലയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്.